ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. അത് വലിയ പുതുമുള്ളതൊന്നുമല്ല, നമ്മൾ ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ കുറച്ചും കൂടി ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് എടുത്തിരിക്കുന്നത് മട്ട അരിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കേശു ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. എത്രയാണ് അളവെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് നെയ്യോട് കൂടി തന്നെയാണ് നമ്മൾ വേറൊരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് ചൂടാറിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ട, ചെറിയ ചെറിയ തരിയോട് കൂട്ടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 അച്ച് ശർക്കര എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് ശർക്കരപ്പാനി ഇങ്ങനെ വേണ്ട, നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കണം, അതിൻ്റെ കല്ലും മണ്ണൊക്കെ പോകാനായിട്ട്. ഇനി നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു പൊടിയിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപഴമാണ് കേട്ടോ. പാളയംകുടം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ പഴത്തിൽ ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാലിപ്പൂവനോ അല്ലെങ്കിൽ നമുക്ക് റോബസ്റ്റ് പഴമൊക്കെ വേണമെങ്കിലും ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ചെറിയ പഴമായാലും ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത്തിരി വലിയ ചെറുപഴമാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതി. കാരണം പഴത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് പൊന്തി നിൽക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പഴമായതുകൊണ്ട് 4 ചെറുപഴം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പോളം തേങ്ങ ചിരികിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതപ്പോൾ ആ ഒരു നെയ്യോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൽ 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു നെയ്യിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ടൊക്കെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അത് ആ പഴവും അതുപോലെ തന്നെ വറുത്ത് ഉള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു ചൂടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ചൂടൊക്കെ നല്ലപോലെ ആറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കുറച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ എല്ലാതും കൂടെ ഒന്ന് യോജിച്ച് വരണം. ആ ഒരു രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കണം. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. നമ്മൾ സാധാരണ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ബോൾസായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പരന്ന പാത്രത്തിൽ അങ്ങനെ ലെവൽ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലാക്കിയിട്ടാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുന്നത്. നല്ല ടൈറ്റായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ കിട്ടും. ഇത് നിങ്ങൾക്ക് ഒരു പുതുമുള്ള റെസിപ്പി ഒന്നും ആയിരിക്കില്ല, പക്ഷേങ്കിലും നമ്മൾ കുറച്ചും കൂടെ ടേസ്റ്റിൽ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.